നമസ്കാരം. മീനച്ചൂടിനെ തോൽപ്പിക്കുകയാണ് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചൂട്. ഭരണ തുടർച്ചയ്ക്ക് LDFും 10 വർഷത്തെ കാത്തിരിപ്പിനറുതി വരുത്താൻ UDFും പുതിയ ചരിത്രം രചിക്കാൻ NDAയും കിണഞ്ഞു പരിശ്രമിക്കുന്ന തെരഞ്ഞെടുപ്പ്. നമ്മളുള്ളത് കൊല്ലത്താണ്. ഇടതുമുന്നണിയുടെ നായകൻ പിണറായി വിജയൻ ഇന്ന് കൊല്ലത്തുണ്ട്. രാവിലെ വാർത്താസമ്മേളനം, അത് കഴിഞ്ഞ് 4 തെരഞ്ഞെടുപ്പ് യോഗങ്ങൾ. മുഖ്യമന്ത്രിയുടെ വരവ് ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ജില്ലയിലെ LDF പ്രവർത്തകരാകെ. കൊല്ലം ബീച്ച് ഹോട്ടലിൽ രാവിലെ 10 മണിക്ക് തുടങ്ങുന്ന വാർത്താസമ്മേളനത്തോടുകൂടി മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പരിപാടികൾ തുടങ്ങും. അവസാനിക്കുന്നത് ചുവപ്പിന്റെ മണ്ണായ കടക്കലിലെ പൊതുസമ്മേളനത്തോടുകൂടിയാണ്. നമുക്ക് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പര്യടനത്തോടൊപ്പം ചേരാം. ചോദ്യം മനസ്സിലുണ്ടായാൽ പോരാ, ചോദിക്കണം. ചോദ്യം മനസ്സിലുണ്ടായാൽ പോരാ. ഇവിടെ ചിലർക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശമാണ് ഇപ്പോൾ പ്രകടമായത്. ഇതേതെങ്കിലും വാർത്താ സമ്മേളനത്തിൽ കാണുന്ന കാര്യമാണോ? നിങ്ങൾ എല്ലാവരും ചോദിച്ചു. നിങ്ങൾ ഏത് മാധ്യമപ്രവർത്തകരാണെന്ന് ഞാൻ ചോദിച്ചില്ല. ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു. ആ മറുപടി വിശദമായിട്ട് പറഞ്ഞു. അതല്ലേ ഉണ്ടായത്. നിങ്ങളെല്ലാവരും കേട്ടിരിക്കുകയല്ലേ. നിങ്ങളെ ചിലരുടെ മനസ്സിൽ ചോദ്യം ഉണ്ടാവും. ആ ചോദ്യത്തിന് നിങ്ങൾ ചോദിച്ചാലേ ഉത്തരം പറയാൻ പറ്റൂ. എല്ലാവർക്കും ചോദ്യം ചോദിക്കാൻ ഒരു പത്രസമ്മേളനത്തിൽ അവസരം കിട്ടിയെന്ന് വരുമോ? നാടകീയറേറെ നിറഞ്ഞ വാർത്താ സമ്മേളനത്തിന് ശേഷം മുഖ്യമന്ത്രി നേരെ എത്തുന്നത് ചവറയിലേക്കാണ്. സുജിത് വിജയൻ പിള്ളയും ഷിബു ബേബിയോടും നേർക്കുനേർക്കുന്ന ചവറയിൽ ഉഗ്രൻ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്നു. സുജിത് വിജയൻ പിള്ളയ്ക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കാൻ മുഖ്യമന്ത്രി ചവറ ഇടപ്പള്ളിക്കോട്ടയിലേക്ക് എത്തുകയാണ്. ചവറയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു വിവാഹ ചടങ്ങിൽ കൂടി പങ്കെടുത്ത ശേഷമാണ് മുഖ്യമന്ത്രിയുടെ വരവ്. ആവേശത്തോടെ ജനം കാത്തിരിക്കുകയാണ്. എന്താണ് മുഖ്യമന്ത്രി പറയാൻ പോകുന്നത് എന്നറിയാം.
കനത്ത ചൂടാണ്. പ്രതികൂല കാലാവസ്ഥയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ പരിപാടികൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. രാവിലെ ചവറയിലെ തെരഞ്ഞെടുപ്പ് യോഗത്തിന് ശേഷം ഒരല്പം വിശ്രമം. അതിനുശേഷം അദ്ദേഹം എത്തുന്നത് അഞ്ചാലുമൂട്ടിലേക്കാണ്. നമ്മളിപ്പോൾ ഉള്ളത് അഞ്ചാലുമൂട്ടിലെ ദേവകി ഓഡിറ്റോറിയത്തിന് മുന്നിലാണ്. ഇവിടെ തയ്യാറാക്കിയിരിക്കുന്ന ഈ വേദിയിലേക്ക് അല്പസമയത്തിനകം മുഖ്യമന്ത്രി എത്തും. കൊല്ലം മണ്ഡലത്തിൽ നിന്ന് LDF-ന് വേണ്ടി ജനവിധി തേടുന്ന CPIM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ആക്ടിംഗ് സെക്രട്ടറി, അതുപോലെ തന്നെ മുൻ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമൊക്കെയായ മുതിർന്ന നേതാവ് S. ജയമോഹന് വേണ്ടി വോട്ടഭ്യർത്ഥിക്കാൻ അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വേദിയിലേക്ക് എത്തും. വളരെ ആവേശകരമായ അനുഭവമാണ് രാവിലെ ചവറയിൽ കണ്ടത്. ചവറയിലെ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി അഞ്ചാലുമൂട്ടിലേക്ക് വരികയാണ്. CPIയുടെ ജില്ലാ സെക്രട്ടറിയാണ്. മൊത്തത്തിൽ എങ്ങനെയാണ് കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് രംഗത്തെ കാണുന്നത്? കൊല്ലത്ത് 2016 വിജയം ആവർത്തിക്കും LDF. എല്ലാ സീറ്റിലും LDF വിജയിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർഭരണം കേരളത്തിലുണ്ടാകും. അതിനനുരോധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കൊല്ലം ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുൻകൈ ഉണ്ടായ ജില്ലയാണ് കൊല്ലം ജില്ല. 11 മണ്ഡലങ്ങളിലും നല്ല നിലയിൽ LDF-ന് മുൻതൂക്കമുണ്ടായിട്ടുണ്ട്. LDF BJP-യേക്കാൾ കോൺഗ്രസിനേക്കാൾ ബഹുദൂരം മുന്നിലാണ്. തീർച്ചയായും അഭിമാനകരമായിട്ടുള്ള വിജയം തന്നെ കൊല്ലം ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകും. മുഖ്യമന്ത്രിയുടെ ഈ ഒരു പ്രചരണത്തെ എങ്ങനെയാണ് കാണുന്നത്? കാരണം അദ്ദേഹമാണ് ഈ ഇടതുമുന്നണിയുടെ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നത്. പരമാവധി എല്ലാ ജില്ലകളിലേക്കും അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യമുണ്ട്. എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഒരു വരവിനെ കാണുന്നത്? തീർച്ചയായിട്ടും അത് വളരെ ആവേശകരമാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് പിണറായി വിജയൻ നേതൃത്വം നൽകുകയാണ്. നിരവധിയായിട്ടുള്ള വികസനക്ഷേമ പദ്ധതികൾ നടപ്പാക്കിയുണ്ടായി. അത് ജനങ്ങൾക്കിടയിൽ നല്ല സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. തീർച്ചയായും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വം പരക്കെ അംഗീകരിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്ക് കൂടുതൽ ആവേശം പകരുമെന്നുള്ള കാര്യത്തിൽ സംശയം. ധനമന്ത്രി KN ബാലഗോപാലിന്റെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന കൊട്ടാരക്കര അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ KN ബാലഗോപാൽ ജനവിധി തേടുമ്പോൾ അദ്ദേഹത്തിന് എതിരാളിയായി എത്തുന്നത് ഇന്നലെ വരെ CPM സഹയാത്രിയായിരുന്ന മുൻ MLA കൂടിയായ അഡ്വക്കേറ്റ് ഐഷ പൊറ്റിയാണ്. അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ മത്സരിച്ചിരുന്ന ഐഷ പൊറ്റി ഇക്കുറി മത്സരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കൈപ്പത്തി അടയാളത്തിൽ. കഴിഞ്ഞ തവണ ബാലഗോപാലിന്റെ എതിരാളിയായി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച രശ്മി ഇക്കുറി NDA സ്ഥാനാർത്ഥിയായി താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നു എന്ന പ്രത്യേകതയും കൊട്ടാരക്കരയ്ക്കുണ്ട്. കൊട്ടാരക്കരയിലെ ഈ വഞ്ചനാവിൽ നൂറുകണക്കിന് വരുന്ന LDF പ്രവർത്തകർ കാത്തുനിൽക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകുന്ന രാഷ്ട്രീയ മറുപടി എന്താണെന്നറിയാനുള്ള ആവേശത്തിലാണ്. ഐഷ പോറ്റിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകുന്ന രാഷ്ട്രീയ മറുപടി എന്തായാലും കൊട്ടാരക്കര കാത്തിരിക്കുകയാണ് മുഖ്യമന്ത്രിക്കായി.
മുഖ്യമന്ത്രിയെ ഈ വേദിയിലേക്ക് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന മുഴുവൻ സഖാക്കളുടെയും സുഹൃത്തുക്കളുടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സജീവ പ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾ വോട്ട് തരുന്നത് നിങ്ങളായാലും ഞങ്ങൾക്ക് കൃത്യമായി ഈ 2000 രൂപ പെൻഷൻ തരുമെന്ന് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. മറ്റുള്ളവർ വാഗ്ദാനം നൽകും, പക്ഷെ നടപ്പാക്കുന്നത് ഇടതുപക്ഷമാണ്. വികസന കാര്യങ്ങളില്ലെങ്കിൽ, വികസനമില്ലെങ്കിൽ, പുതിയ തൊഴിലവസരമില്ലെങ്കിൽ നമുക്ക് ക്ഷേമം നടത്താൻ കഴിയില്ല. തുറമുഖം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മൾ നടത്തുന്നു. ഇതെല്ലാം ചെയ്യുന്നത് കേരളത്തിലെ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി നിർത്തിക്കൊണ്ടാണ്. കേരളത്തിന് ധാരാളം പണം തരുന്നുവെന്ന് കഴിഞ്ഞ ദിവസവും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വന്നിട്ട് നടത്തിയ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. പക്ഷെ ധാരാളം പണം തരുന്നില്ല. ഇന്ത്യയിൽ ശരാശരി ഒരു സംസ്ഥാനത്തിന് കൊടുക്കുന്നത്, ആ സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ 53% ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനവും കൊടുക്കുന്നത്. കേരളത്തിന് കിട്ടുന്നത് കേവലം 25% എന്നുള്ളതാണ് കേരളത്തിനോട് കാണിക്കുന്ന ഒരു ചിറ്റമ്മ നയം എന്ന് ഞങ്ങൾ എപ്പോഴും പറയുന്നു. 72% വരെ കിട്ടുന്ന സംസ്ഥാനമുണ്ട്. പക്ഷേ അത് കിട്ടിയിട്ടും നന്നായി കാര്യങ്ങൾ കേരളത്തിൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് കേരളത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. നാടിന് അഭിമാനപൂർവ്വം പങ്കെടുക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. എല്ലാവരും നല്ല സന്തോഷത്തിലാണ് എന്നുള്ളതാണ് പ്രത്യേകത. ചവറയും കൊല്ലവും കൊട്ടാരക്കരയും കിടന്ന് നമ്മളെത്തി നിൽക്കുന്നത് കടക്കലിലെ ചുവന്ന മണ്ണിലാണ്. ഇപ്പോൾ സമയം 6:50 വൈകുന്നേരം. ഒരു ചെറിയ മഴ കടക്കലിന്റെ മണ്ണിനെ കാത്തു നിൽക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. പക്ഷേ അതിനെല്ലാം അവഗണിച്ചും ആയിരക്കണക്കിന് മനുഷ്യർ പിണറായി വിജയന്റെ വാക്കുകൾ കേൾക്കാൻ കടക്കൽ ബസ് സ്റ്റാൻഡിൽ തടിച്ചുകൂടിയിരിക്കുന്നു. ഇന്ന് നമ്മൾ കണ്ട ഏറ്റവും വലിയ ജനക്കൂട്ടം ഇതിലേക്കാണ് പിണറായി വിജയൻ കടന്നു വരുന്നത്.
ചരിത്രപരമായ വിജയം. അത് കേരളത്തിന്റെ ചരിത്രം തിരുത്തുന്ന വിധിയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 ജനങ്ങൾ കേരളത്തിന്റെ ചരിത്രം തിരുത്തി. പാവപ്പെട്ടവർ കൂടുതൽ സ്വാധീനിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.